നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. മിക്ക വിഭാഗങ്ങളിലും ഡോക്ടർമാരില്ല. ഗൈനക്കോളജി, ശിശുരോഗ വിഭാഗങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച അവസ്ഥയിൽ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മേക്ക് യുവർ ഹോം ബ്യൂട്ടിഫുൾ വിത്ത് KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി. ദിവസേന 800-ലധികം രോഗികൾ എത്തുന്ന ഹൈറേഞ്ചിലെ പ്രധാന ആതുരാലയമാണ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി. ആകെ 23 ഡോക്ടർമാർ വേണ്ട ഇവിടെ നിലവിൽ 9 പോസ്റ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. പ്രസവാവധിയിലുള്ള ഡോക്ടറിനും പകരക്കാരെ നിയമിച്ചിട്ടില്ല. വർക്കിംഗ് അറേഞ്ച്മെന്റിലും ഒഴിവുണ്ട്. മാസം ശരാശരി 35 മുതൽ 50 വരെ പ്രസവം നടക്കുന്ന ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണുള്ളത്. ഒരു പോസ്റ്റ് ഒഴിഞ്ഞുകിടക്കുന്നു. ശിശുരോഗ വിഭാഗത്തിൽ ഒരു ഡോക്ടർ പോലുമില്ല. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് ഈ ഏതാനും ദിവസങ്ങളായിട്ട് ഡോക്ടർമാരുടെ ഒരു കൊഴിഞ്ഞുപോക്ക് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്ത ഡോക്ടർ ഏതാനും ദിവസങ്ങൾക്കകം ഇവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പീഡിയാട്രിക്കിലെ ഡോക്ടേഴ്സ് നമുക്കിവിടെ ഇല്ല. കുടുംബജോലിയെ സംബന്ധിച്ച് നമ്മുടെ ഇവിടെ ഈ പ്രദേശത്തിൻ്റെ പ്രധാന സ്ഥിരാകേന്ദ്രമായ നെടുങ്കണ്ടത്തെ ഏറ്റവും വലിയ ഗവൺമെൻറ് ആശുപത്രി ഏകദേശം 800-ലധികം രോഗികൾ ദിവസേന വന്നു പോകുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ തോട്ടം തൊഴിലാളികളുടെയൊക്കെ പ്രധാന ആശ്രയമായ ഈ ആശുപത്രിയിലെ ഡോക്ടർമാരെ എല്ലാവരെയും പിൻവലിച്ച് വേറെ സ്ഥലങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടപടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, പുറത്തൊരു ആശുപത്രിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഗർഭിണികളായ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഏകദേശം 1 രൂപ തൊട്ട് 1.5 ലക്ഷം രൂപ വരെ നമുക്ക് ചിലവ് വരും. സാധാരണ ഡെലിവറി ആണെങ്കിൽ 50,000-60,000 രൂപ വരെ ചിലവ് വരുന്ന ഇത്രയും ബില്ല് വരുന്ന പ്രസവ ശുശ്രൂഷയ്ക്ക് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് നൽകുകയും, അതോടൊപ്പം തന്നെ നമുക്കിവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവിടുത്തെ സ്കാനിങ് മെഷീനെ സംബന്ധിച്ചാണ്. ഏകദേശം 5 വർഷത്തോളമായി ഒരു സ്കാനിങ് മെഷീൻ ഇവിടെ വന്ന് ഇവിടെ റൂമിൽ അടച്ചുകെട്ടി വെച്ചിരിക്കുകയാണ്. മിക്ക വിഭാഗങ്ങളിലും ഡോക്ടർമാരില്ലാതായതോടെ OPയിലെത്തുന്ന രോഗികളുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞു. വിദൂര മേഖലയിൽ നിന്നും ആശുപത്രിയിൽ എത്തുമ്പോഴാണ് പലരും ഡോക്ടർ ഇല്ല എന്ന് അറിയുന്നത്. ത്വക്കുരോഗ വിദഗ്ധൻ, അസിസ്റ്റന്റ് സർജൻമാർ, ദന്തൽ വിഭാഗത്തിലെ വിദഗ്ധർ എന്നിങ്ങനെ ഒഴിവുകൾ നിരവധിയാണ്. നഴ്സുമാരുടെയും മറ്റു ജീവനക്കാരുടെയും എണ്ണത്തിലും കുറവുണ്ട്. ജില്ലാ ആശുപത്രിയായി നെടുങ്കണ്ടത്തെ ഉയർത്തുകയെന്ന പ്രഖ്യാപനമുണ്ടാവുകയും തുടർന്ന് കെട്ടിട നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തതോടെയാണ് പ്രതിസന്ധി കൂടുതൽ വഷളായത്. 2022-ൽ പൂർത്തിയാവേണ്ട കെട്ടിട നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. കെട്ടിട നിർമ്മാണത്തിനായി 70 കോടിയും ഉപകരണങ്ങൾക്കായി 79 കോടിയും ഉൾപ്പെടെ ആകെ 149 കോടി രൂപയാണ് അനുവദിച്ചത്. നിലവിലെ സാഹചര്യത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും വർഷങ്ങളെടുക്കും. സാധാരണക്കാരും തോട്ടം മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ വളരെ ശോചനീയാവസ്ഥയോടെ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങളെല്ലാവരും പ്രതിഷേധത്തിൽ തന്നെയാണ്. ഈ ബിൽഡിംഗ് ആശുപത്രിയുടെ പുതിയ മന്ദിരം പണിയുമ്പോൾ തന്നെ അതിൻ്റെ പണികൾക്കുള്ള സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ കോൺട്രാക്ടർമാർക്ക് പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ പണികൾ വളരെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അത്യാഹിതം സംഭവിച്ച ഒരാളിൽ നിന്ന് മരണപ്പെട്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ഒരവസരമില്ലാത്ത ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലായിട്ട് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി അകപ്പെടുത്തിയിരിക്കുകയാണ്. അടുത്തുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ കട്ടപ്പന 20 ഏക്കറിലോ എത്തിക്കേണ്ടതായ ഒരവസ്ഥയാണ് ഇപ്പോൾ സാധാരണക്കാർക്കുള്ളത്. അത്യാഹിതമായ രോഗികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ പോലും തേനി മെഡിക്കൽ കോളേജിനെ, കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട ഗതികളിലാണ്. ഇപ്പോൾ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അതിൻ്റെ ഫെസിലിറ്റികൾ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജിലില്ല. ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് പോലും അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അടുത്തുള്ള ഹോസ്പിറ്റലുകൾ ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കെട്ടിട നിർമ്മാണത്തോടനുബന്ധിച്ച് താൽക്കാലികമായി നിർത്തലാക്കിയ ICUവിന്റെ പ്രവർത്തനവും പുനരാരംഭിച്ചിട്ടില്ല. മോർച്ചറിയും നിലവിൽ പ്രവർത്തിക്കുന്നില്ല. ഡയാലിസിസ് യൂണിറ്റിൽ ലക്ഷങ്ങളുടെ ഉപകരണങ്ങളുണ്ടെങ്കിലും ഇതുവരെയും പ്രവർത്തന സജ്ജമാക്കിയിട്ടില്ല. നെടുങ്കണ്ടത്തിന് സമീപത്തെ മറ്റ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ സ്വകാര്യ മേഖലയെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഏത് ജോലി ചെയ്താലും അത് ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്യണം. അതല്ലേ അതിനൊരു ഭംഗി. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ, സർവേ, കൺസ്ട്രക്ഷൻ എല്ലാം മനസ്സിനിണങ്ങിയ പോലെ ഓൾ സെറ്റായെങ്കിൽ ഇനി ടൈൽ സെലക്ഷൻ എങ്ങനെ, എവിടുന്ന്, ഏത് ബ്രാൻഡ്, ഏത് ഡിസൈൻ, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം KJ ഗ്രാനൈറ്റ് ആൻഡ് ടൈൽസ്.
സിംബോളോ, കജേരിയ തുടങ്ങിയ ലോകോത്തര ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ടൈൽ ഗാലറിക്കൊപ്പം 50-ൽ പരം ബ്രാൻഡുകളുടെ ടൈൽസുകൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള അവസരം KJ ഗ്രാനൈറ്റ്സിൽ മാത്രം. Make your home beautiful with KJ Granite and Tiles, കട്ടപ്പന, കാഞ്ഞിരപ്പള്ളി.